ഒരു റൂമിന്റെ ഒരു ആംബിയൻസിന് സെറ്റ് ചെയ്യുന്ന ശരിക്ക് കർട്ടൻ, അതായത് ഒരു സോഫ്റ്റ് ഫർണിഷിംഗ് ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ പലരും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതുകൊണ്ട് കുറേ പ്ലൈവുഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും ഈ സാധനം ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ എമൗണ്ട് കാര്യങ്ങളൊന്നും ഒക്കുന്നുണ്ടാവില്ല. ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ മുകളിൽ താഴോട്ട് തുറന്ന് താഴെ നമുക്ക് ക്ലോസ് ആയിട്ട് ഇടാൻ പറ്റും, ടോപ്പിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റും. അല്ല 100% കോട്ടൺ ചെയ്യാത്താണ് നല്ലത്. എപ്പോഴും മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യാൻ നല്ലത്. കാരണം ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്യുക കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% കോട്ടൺ എന്നുണ്ടെങ്കിൽ ഹൈറ്റ് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ. നമ്മൾ ഇന്നുള്ളത് കോട്ടക്കലിലുള്ള എലഗൻസ് ഫർണിഷിംഗ് സ്റ്റുഡിയോയിലാണ്. കർട്ടൻസ്, അതേപോലെ വാൾപേപ്പേഴ്സ്, സോഫാസ് ഒക്കെ ചെയ്യുന്ന ഒരു കോട്ടക്കലിലുള്ള ഒരു പ്രശസ്തമായ സ്ഥാപനമാണ് എലഗൻസ് ഫർണിഷിംഗ് സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് ഇന്ന് കർട്ടൻസിനെ പറ്റി ഒന്ന് വിശദമായിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇത് ഹംസ, എലഗൻസ് ഫർണിഷിംഗ് സ്റ്റുഡിയോൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സോ നമുക്ക് കർട്ടൻസിനെ പറ്റി ഇന്ന് കുറച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? അതിനെന്താ തുടങ്ങാം. നമുക്ക് ഇങ്ങോട്ട് ഇരുന്നാലോ? അങ്ങോട്ട് ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ഹംസ, നമുക്ക് എലഗൻസ് ഫർണിഷിംഗ് സ്റ്റുഡിയോനെ പറ്റി, ഈ ഒരു കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഒന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് പറയൂ. എൻ്റെ ആദ്യം എൻ്റെ പേര് പറയാം. അതായത് എൻ്റെ പേര് ഹംസ എന്നാണ്. ഞാനിവിടെ കോട്ടക്കൽ പറപ്പൂരിനാണ് എൻ്റെ സ്വദേശം. ഞാൻ ആദ്യം ബേസിക്കലി ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. അത് ഫുൾ ഇൻറ്റീരിയറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തുടക്കത്തിൽ. അവിടെ നിന്ന് ഇങ്ങനെ മാറി കഴിഞ്ഞൊരു 6 വർഷമായിട്ട് സോഫ്റ്റ് ഫർണിഷിംഗ് എന്നുള്ള സംഭവം മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ് ഫർണിഷിങ്ങിൻ്റെ A to Z നമ്മൾ ചെയ്യുന്നുണ്ട്. കർട്ടന്, സോഫ, വാൾപേപ്പർ, വുഡൻ ഫ്ലോറിങ്, മാട്രസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ A to Z ഏറ്റവും കുറഞ്ഞ ടൈപ്പിൽ തൊട്ടിട്ട് ഏറ്റവും പ്രീമിയം ടൈപ്പിൽ വരുന്ന എല്ലാ ഐറ്റംസുകളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ ഒരു വർക്കിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജിലെ വർക്കാണ് കേർട്ടൻസ്. എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കുമാണ്. അപ്പോൾ ചില സമയത്തെങ്കിലും ക്ലയൻസിനൊക്കെ ചിലപ്പോൾ പൈസ ഇല്ലാത്ത ഒരു സമയമായിരിക്കും, ചിലപ്പോൾ വീടിൻ്റെ പണി ഏറ്റവും അവസാനത്തിലോട്ട് എത്തുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കേർട്ടൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ് ഒരു വീട്ടിൽ? ഇതിൽ പലരും ക്ലയൻറ്റിന് വരുന്ന സംഭവമാണ് കർട്ടൻ ഏറ്റവും ലാസ്റ്റ് സെലക്ട് ചെയ്യേണ്ട സംഭവമല്ല. അപ്പോൾ ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ് പല ക്ലയൻറ്റിൻ്റെയും ഒരു സംഭവം. പക്ഷേ നമ്മളൊരു ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് സോഫ്റ്റ് ഫർണിഷിങ്ങിൻ്റെ സെലക്ഷനും. അതായത് കർട്ടൻസ് കാര്യങ്ങൾ അതിൻ്റെ ഏത് കളറിലേക്ക് വേണം, ഏത് പാറ്റേണിലേക്ക് പോകണം, അതിൻ്റെ ഉള്ളിൽ ഒതുക്കി ചെയ്യണോ, പുറത്ത് ചെയ്യണോ, സീലിംഗ് മുതൽ ഫ്ലോർ വരെ ചെയ്യണോ എന്നുള്ളതൊക്കെ ഒരു റൂമിൻ്റെ ഒരു ആംബിയൻസിന് സെറ്റ് ചെയ്യുന്ന ശരിക്ക് കർട്ടൻ, അതായത് ഒരു സോഫ്റ്റ് ഫർണിഷിംഗ് ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ പലരും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതുകൊണ്ട് കുറേ പ്ലൈവുഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും ഈ സാധനം ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇവർക്ക് എമൗണ്ട് കാര്യങ്ങളൊന്നും ഒക്കുന്നുണ്ടാവില്ല. ശരിക്കും അത് തുടക്കം മുതൽ തന്നെ ശരിക്കും അത് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ബഡ്ജറ്റ് അതിലേക്ക് സെറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നല്ലൊരു ഭംഗിയോട് കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാനും പറ്റും. അത് പലർക്കും എനിക്കൊന്നും അറിയാത്തൊരു കാര്യമായിരിക്കും. കാരണം പല ആളുകളും കേർട്ടൻസ് ഏറ്റവും ലാസ്റ്റാണെന്ന് വിചാരിച്ച് ലാസ്റ്റിലോട്ടായിരിക്കും കേർട്ടൻ്റെ ഒരു ചെയ്യുന്ന ഒരു മാനുഫാക്ചറിൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്യാൻ പറയുന്നുണ്ടാവും അല്ലേ. പക്ഷെ അത് ഡിസൈനിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഡിസ്കഷനിൽ വന്ന് അത് തീരുമാനിച്ച് പോകേണ്ട കാര്യമാണെന്നുള്ളത് അത് എനിക്കൊന്ന് പല ആളുകൾക്കും ഒരു പുതിയ അറിവായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾക്കൊരു കോള് വന്നത് കേർട്ടന് ഏറ്റവും ലാസ്റ്റ് ഘട്ടമല്ലേ. അപ്പോൾ കുടിയിരിക്കലിൻ്റെ അല്ലെങ്കിൽ വീട് കയറി ഇരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ സെലക്ട് ചെയ്താൽ പോരെ, കുടിയിരിക്കലിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എന്തായാലും ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിന് നേരെ മറിച്ച് ആ ഒരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അത് ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെ അവരൊരു ബഡ്ജറ്റ്, ഒരു വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, ആ ബഡ്ജറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കുറഞ്ഞ ടൈപ്പിൽ തൊട്ടിട്ടാണെങ്കിലും ഇപ്പോൾ വില കൂടിയാലേ ഇൻറ്റീരിയർ നന്നാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഫർണിഷിംഗ് നന്നാവുള്ളൂ എന്നുള്ളതില്ല. നമുക്ക് കുറഞ്ഞതിലാണെങ്കിലും കൂടിയതിലാണെങ്കിലും ഒക്കെ ഓപ്ഷൻസുകൾ നമുക്ക് ഒരുപാടാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെലക്ഷനും കാര്യങ്ങളും ഭംഗിയോട് കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് കേർട്ടൻസിന് എന്തൊക്കെ ടൈപ്പുകളാണ് അവൈലബിൾ ഉള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം അല്ലേ? അതെ നോക്കാം. ബ്ലൈൻഡ് കർട്ടൻ നമുക്ക് എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സിബ്ര ബ്ലൈൻഡ് കർട്ടൻ എന്ന് പറയുന്ന സംഭവമാണ് ഇത്. സോളറൈറ്റ് എന്ന് പറയും. ഇത് ഡിമ്മും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന നമുക്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ഇന്ന് ഏറ്റവും ചീപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം. ഇതാണ്. ഇത് നമുക്കൊരു 80 മുതൽ സ്ക്വയർ ഫീറ്റ് 80 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 80 രൂപ മുതൽ 300 വരെ ഉണ്ട്. പക്ഷെ ഇന്ന് ഓൺലൈനിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത് 75 രൂപ, 80 അല്ലെങ്കിൽ 90 രൂപയ്ക്ക് ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു തുടക്കം ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നതാണ് ശരിക്കും ഒരു 100ൻ്റെ താഴെ എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഒരു 130 രൂപേൻ്റെ മേലിലേക്കാണ് ഇതിൻ്റെ ഒരു
ക്വാളിറ്റി വൈസിലേക്കുള്ള സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. എന്താണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ ക്വാളിറ്റി മാറ്റങ്ങൾ അത് എല്ലാത്തിലും വരും. ഇപ്പൊ ഈ കാണുന്ന ഫാബ്രിക്കിലെ ചേഞ്ചസ് വരും, ഇതിൽ ഈ റോപ്പ് ഇതിന്റെ കൺട്രോൾ യൂണിറ്റിൽ വരെ ചേഞ്ചസ് വരും, മേലെ അലുമിനിയം, ഇതൊക്കെ അലുമിനിയത്തിന്റെ റാഡാണ് വരുന്നത്. ഇതിലൊക്കെ ഇതിന്റെ അലുമിനിയത്തിന് പകരം വേറെ എന്താ വരാനുള്ളത്? അല്ല, അലുമിനിയം തന്നെയാണ് വരിക. ഈ അലുമിനിയത്തിന് തിക്നെസ് കാര്യങ്ങൾ കുറയും. അപ്പോൾ തൂക്കം കാര്യങ്ങൾ കുറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ സ്ട്രെങ്ത് അതിന് മാത്രം വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതൊരു ലോങ് ലൈഫിലോട്ട് ഉദ്ദേശിക്കുന്ന ഒരാള് സ്പെക്ക് നോക്കാതെ ഒരിക്കലും അതിന്റെ കോസ്റ്റ് മാത്രം വെച്ച് കൊടുക്കരുതെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? പിന്നെ അതേപോലെ അതിന്റെ ഫാബ്രിക് ഇതെല്ലാം നമുക്ക് നൈലോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ അതിൽ ജക്കാർഡ് പോലത്തെ കുറെ ഐറ്റംസുകൾ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുക. ഈ നൈലോണിൽ തന്നെ കുറെ സ്റ്റേജുകളുണ്ട്. ഏറ്റവും കനം കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ട് ലൈഫ് കൂടുതൽ കിട്ടുന്നതൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റേജ്. അതെങ്ങനെ ഇപ്പൊ ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ GSM അങ്ങനെ എന്ത് കണക്കിലാണ് ഇത് വരുന്നത്? ഇത് GSM ആയിട്ടാണ് GSM ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ GSM കുറഞ്ഞതാവുമ്പോൾ അനുസരിച്ച് റേറ്റ് കുറയും. പക്ഷെ കാണാൻ ചിലപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ കാഴ്ചയിലും കളറും ഒക്കെ എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും വരിക. അപ്പൊ അത് നല്ല ബ്രാൻഡും കാര്യങ്ങളും ചൂസ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസുകൾ നമുക്ക് ഒരുപാടുണ്ട്. ഏകദേശം 1000-ഓളം ഡിസൈൻ നമുക്ക് ഇതിൽ മാത്രം വരുന്നുണ്ട്. കളർ ഓപ്ഷനുകളാണെങ്കിലും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ടൈപ്പാണ് നമുക്ക് വുഡൻ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് നമുക്ക് വുഡൻ ബ്ലൈൻഡ് വരുന്നത്. ഇത് ഒരുപാട് മുന്നേ പുതിയത് വന്നതൊന്നല്ല, ആദ്യം ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും നമുക്കൊരു പ്രീമിയം എന്നുള്ള രീതിക്ക് പോകുന്നതാണ്. ഇതിന് നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസുകൾ. ഇത് മെയിൻ ആയിട്ട് ഓഫീസുകളിലോട്ടൊക്കെ ആയിരിക്കും. ഓഫീസിലേക്കും അതുപോലെ ലിവിംഗിലേക്കും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പൊ നമ്മൾ ഈ കണ്ടുള്ളതൊക്കെ നമുക്ക് ജനലിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട്. ഇതാണ് ഈ കോസ്റ്റ് വൈസ് ഏകദേശം ഇത് നമുക്ക് ഒരു 280, അതായത് ഒരു 300 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പെർ സ്ക്വയർ ഫീറ്റ് ഇൻസ്റ്റാളേഷൻ ഒക്കെ അടക്കം. പിന്നെ നമുക്ക് വരുന്നതാണ് നമുക്ക് വെനീഷ്യൽ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. വെനീഷ്യൽ ബ്ലൈൻഡ് നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് വുഡൻ വെനീഷ്യൽ ബ്ലൈൻഡ് ആണ്. അതിന്റെ വേറൊരു 3 കാറ്റഗറി ആണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഫൈബർ ആണ് വരുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് പൊന്തും. ഇതിപ്പോ ഈ വരുന്ന മെറ്റീരിയൽ ഇത് അത് പോളിസ്റ്റർ ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസുകൾ ഉണ്ട്. ഇത് നമുക്ക് ക്ലോസിങ് അതുപോലെ ഓപ്പണിങ് രണ്ടും ഇതിൽ തന്നെ ഉണ്ടാവും. ഇതിലോട്ട് വരുന്ന സമയത്തും ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിലായിരിക്കും കോസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ടാവും. അതെ. ഇപ്പൊ ടോപ്പിലുള്ളത് അത് അലുമിനിയം തന്നെയല്ലേ? അതൊക്കെ അലുമിനിയം തന്നെയാണ്. അത് പിന്നെ MS കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായി ചെയ്യുന്ന അലുമിനിയം. MS-ലോട്ട് വരുമ്പോൾ കോസ്റ്റ് കുറയും. പക്ഷെ അത് തുരുമ്പ് കാര്യങ്ങളൊക്കെ അതിൽ വരും. ഇതാണെങ്കിൽ എന്താ കോസ്റ്റ് എന്ത് വരുന്നുണ്ട് ഇപ്പൊ? ഇത് നമുക്ക് 160 രൂപയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് 160 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ നമുക്ക് അതിന്റെ അലുമിനിയം ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസുകളുണ്ട്. ഇത് നമുക്ക് 130 രൂപ മുതൽ ഇതിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. രണ്ടും കാഴ്ചക്ക് ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് കിച്ചണിലേക്കാണ്. പിന്നെ ഓഫീസുകളിലോട്ട് യൂസ് ചെയ്യുന്നത്. ഓഫീസുകളിലേക്ക് ഇപ്പൊ കൂടുതലും അത് ആദ്യമൊക്കെ അത് ഒരുപാട് ഓഫീസുകളിലാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ കിച്ചണിലേക്ക് അത് ഒതുങ്ങി തുടങ്ങുന്നുണ്ട്. ആണല്ലേ? പിന്നെ നമുക്ക് വരുന്നതാണ് നമുക്കിത് ഹണികോംബ് കട്ട് എന്ന് പറയും. ഹണികോംബ് കട്ടിന്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഷീർ കട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് ഇതേപോലെ ചെയ്യാം. ഇതൊക്കെ എന്താ മെറ്റീരിയൽ എന്താ വരുന്നത്? ഇതൊക്കെ നൈലോൺ ആണ് വരുന്നത്. ഇതെല്ലാം നൈലോൺ തന്നെ. ഇത് തൊട്ടിട്ട് പേപ്പർ പോലെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഫോയിൽ പേപ്പറും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഇതിൽ വരുന്നത്. അപ്പൊ പുറത്ത് നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യൂല, അകത്തേക്ക് വരില്ല. അകത്ത് ഇപ്പൊ നല്ല കൂളാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവില്ല. അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റിൽ നമുക്ക് AC കെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂളിംഗ് പുറത്ത് പോകാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പോകാൻ അങ്ങനെ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇതിലൊക്കെ കളർ ഓപ്ഷൻസുകൾ നമുക്ക് ഒരുപാടുണ്ട്. മേജറായിട്ട് എവിടത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഇതൊക്കെ വിൻഡോ ഒക്കെ നോർമൽ ബെഡ്റൂമുകളിലും അതേപോലെ ലിവിംഗിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇത് പുതിയ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു ഐറ്റാണ് ഇത്. ഇത് മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് ഇറക്കാൻ കഴിയും. അപ്പൊ നമുക്ക് നോർമലി നമ്മുടെ നാട്ടിലുള്ള വിൻഡോസുകളൊക്കെ പറഞ്ഞാല് ഒരു വിൻഡോന്റെ മുകളിൽ ചെറിയ വിൻഡോയും ചെറിയ ഡോറും താഴോട്ട് വലിയ ഡോറാണ് വരിക. അതിൽ നമുക്ക് തുറക്കാൻ പറ്റുന്ന മുകളിലത്തെ വിൻഡോ മാത്രമേ നമ്മൾ തുറക്കുള്ളൂ, ബാക്കി തുറക്കാൻ പറ്റില്ല. അപ്പൊ മുകളിലത്തെ മാത്രം എന്ത് ചെയ്യുക, ഈ സൈഡ് മാത്രം നമുക്ക് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. പ്രൈവസിനെ ബാധിക്കില്ല. ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ മുകളിൽ താഴോട്ട് തുറന്ന് താഴെ നമുക്ക് ക്ലോസ് ആയിട്ട് ഇടാൻ പറ്റും, ടോപ്പിൽ നമുക്ക് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. ഇതും അതേപോലെ തന്നെ ഒരു സംഭവമാണ്. ഇതിന്റെ ഈ സിസ്റ്റംസ് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല റേറ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അല്ല ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരൊറ്റ സെറ്റിംഗ് തന്നെ വരുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ സ്ക്വയർ ഫീറ്റ് 300 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരും. 300 മുതൽ 5000 വരെ
സ്ക്വയർ ഫീറ്റ് 500 വരെ 500 വരെ. അതെന്താണ് വേരിയേഷൻ വരുന്നത്? 500 വരെ ഈ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫാബ്രിക്കിലാണ് മെയിൻ ആയിട്ട് വ്യത്യാസങ്ങൾ വരുന്നത്. ആണല്ലേ? ഫാബ്രിക് നമുക്ക് പ്ലെയിൻ വരുന്നുണ്ട്, ഡിസൈൻ വരുന്നുള്ളതുണ്ട്, ഡിസൈനും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഇപ്പൊ ഇത് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ഈ ലൂവേഴ്സ് വരുന്നതോ? ഇത് നമുക്ക് വരുന്നത് ഇത് 4 സൈഡിൽ ഫ്രെയിമിനുള്ളിലാണ് വരിക. ഇങ്ങനെ വരും. ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുക. ഇത് നമുക്ക് പാർട്ടീഷൻ വാളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡോർസിലൊക്കെ വേണമെങ്കിൽ കർട്ടനായിട്ട് യൂസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഇത് മാത്രമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയ വിൻഡോസുകൾ ഫ്രണ്ട് വിൻഡോകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോസ്കിറ്റോ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മെറ്റീരിയൽ നൈലോൺ ആണ്. ഇത് നൈലോൺ ആണ്. നൈലോൺ അല്ലേ? ഒരു സെമി എന്താ പറയാ, ഒരു ഫുള്ളി ഒപ്പേക്ക് അല്ല, ട്രാൻസ്പാരന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇത് നമുക്ക് വിൻഡോയിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടും ഈ സംഭവം ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ ഒറ്റ വിൻഡോ തന്നെ നമുക്ക് രണ്ടും കൊടുത്താണ് സിംഗിൾ ലെയർ ആക്കിയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വരുന്നൊരു ടൈപ്പാണ് നമുക്ക് റോമൻ കട്ട് എന്ന് പറയുന്നത്. ഇത് ഓട്ടോമേറ്റഡ് ആണ്. ഇത് ഓട്ടോമാറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മാനുവൽ ആയിട്ടും ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ടും ചെയ്യാം. ഇത് ഞാനിപ്പോൾ റിമോട്ടിലാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നേരെ മറിച്ച് നമുക്ക് വോയിസ് കമാൻഡ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. മൊബൈലിൽ ആൻഡ്രോയിഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പുറത്തുള്ള ലൈറ്റ് കാര്യങ്ങൾ അറേഞ്ച് ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരം 6 മണി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം, മോർണിംഗിൽ ഒരു 7 മണി ആയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ആക്സസ് ഇല്ലാത്ത ഏരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡബിൾ ഹൈറ്റ് പോർഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ വലിയ വീടുകൾക്കൊക്കെ ഡബിൾ ഹൈറ്റിലാണ് വിൻഡോസുകളൊക്കെ വരുന്നത്. നമുക്ക് അതിന്റെ റോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, താഴേക്ക് ഇടണം. അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ ഓട്ടോമേഷനിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് അതിന് മോട്ടർ നമുക്ക് 5 വർഷം വാറണ്ടി നമുക്ക് വരുന്നുണ്ട്. റോമൻ എനിക്കൊന്ന് ഇപ്പം മാർക്കറ്റിൽ അത്യാവശ്യം ഓടുന്ന ഐറ്റം തോന്നുന്നല്ലേ? നമ്മൾ നേരത്തെ കണ്ട സീബ്ര ബ്ലൈൻഡ് ആയിരുന്നു ഒരു സമയത്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറി നമ്മള് റോമനാണ് ഇപ്പൊ കൂടുതലും പോകുന്നതും. അവിടെ നിന്ന് മാറി നമ്മൾ ലോങ് കട്ടണിലേക്ക് മാറി തുടങ്ങി. ലോങ് കട്ടൺ എനിക്ക് ആദ്യം ഉള്ളത് പിന്നെ തിരിച്ചു വരുന്ന കേസിലോട്ടാണ് വരുന്നത് അല്ലേ? അത് ലോങ് കട്ടൺ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ളതിൽ, എങ്ങനെയാണ്, എന്തൊക്കെ ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ട്? ലോങ് കട്ടൺ മെയിനായിട്ട് നമുക്ക് ക്ലോത്ത് തന്നെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്നത്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ക പോളിസ്റ്റർ ടൈപ്പിലുള്ള ക്ലോത്തുകളാണ് വന്നിരുന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഒരു വിന്റേജ് ടൈപ്പിലേക്ക് വരുന്ന കോട്ടൺ മിക്സ് ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് ക്ലോത്തുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് തന്നെയാണ് അതിന്റെ ഒരു മെയിനായിട്ട് ഡിഫറെന്റ് എന്ന് പറയുന്ന സംഭവം. പിന്നെ അതിൽ ട്രാക്കുകൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റൗണ്ട് പൈപ്പോ അല്ലെങ്കിൽ ഒരൊറ്റ ട്രാക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് മാറിയിട്ട് ഏകദേശം 100ഓളം വെറൈറ്റി ട്രാക്കുകളുണ്ട്. എല്ലാം ഒറ്റ പർപ്പസേ ഉള്ളൂ, കർട്ടൻ സൈഡിലേക്ക് നീക്കുക എന്നുള്ള. പക്ഷെ അതിൽ കളറിലും ഡിസൈനിലും അതുപോലെ അതിൻ്റെ ഒരു പ്രീമിയം നമുക്ക് അതിൻ്റെ ട്രാക്ക് സൈഡിലേക്ക് നീക്കുന്ന സമയത്ത് അതിൻ്റെ സ്മൂത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു 100ഓളം വെറൈറ്റി ട്രാക്കുകൾ ഇന്ന് മാർക്കറ്റിൽ ശരിക്കും അവൈലബിൾ ആണ്. ഇവിടെ കൊടുത്തുള്ള ട്രാക്ക് എനിക്ക് തോന്നുന്നു ഇത് എന്ത് ട്രാക്കാ പറയാ, ഇതിന്റെ പേര് എന്താ പറയാ, ഒരു തിന്നായിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടുള്ള അതെ അതെ, അത് കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റൈലായിട്ട് പോകുന്ന ട്രാക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ട്രാക്ക് ഏതൊക്കെ ടൈപ്പ് ആവുള്ളത് നമുക്കിപ്പോ? ട്രാക്കിന്റെ സാമ്പിൾ പീസ് എന്തെങ്കിലും സാമ്പിൾ ഉണ്ട്, ഞാൻ കുറച്ച് കാണിച്ചു. ഇപ്പൊ ഈ കാണുന്നൊക്കെ വളരെ ചുരുക്കം കുറച്ച് ട്രാക്കുകളാണ്. ഇത് നമുക്ക് ഐ ട്രാക്ക് എന്ന് പറയുന്ന ട്രാക്കാണ്. നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബെൻഡ് ചെയ്തിട്ട് എടുക്കാനൊക്കെ പറ്റും. അതുപോലെ അലുമിനിയം തന്നെയാണ്. പിന്നെ അതുപോലെ ഒന്ന് വരുന്നതാണ് നമുക്ക് ഫ്ലെക്സിബിൾ ട്രാക്ക് എന്ന് പറയുന്ന ഈ ട്രാക്ക്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ, നമുക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരെ നമുക്കൊരു പില്ലറിന് നമുക്ക് കട്ടൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ഈ രീതിയിലേക്ക് ബെൻഡാക്കി എടുക്കാൻ പറ്റുന്ന ട്രാക്കാണത്. പിന്നെ ഇതൊക്കെ വരുന്ന ഓരോ ഐറ്റംസുകൾ ട്രാക്കാണ്. അതുപോലെ ഡീലക്സ് ട്രാക്ക് എന്ന് പറയുന്ന ട്രാക്ക് ഉണ്ട്. ഓരോ ബ്രാൻഡുകൾ ഇതൊക്കെ വളരെ സൈലന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സംഭവമാണ് ഇതൊക്കെ. ഇതിലെല്ലാം മെറ്റീരിയലും പറഞ്ഞാൽ ഇതൊക്കെ അലുമിനിയം, ഈ സൈഡിലുള്ളത് SS ആണോ വരുന്നത്? അതെ, SS ആണ്. ഇതെല്ലാം ഡീലക്സ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്കാണ്. അതിലെ കളർ ഓപ്ഷൻസുകളാണ് നമുക്ക് ഇത് വരുന്നത്. ഇതൊക്കെ അതിൽ വരുന്ന കളർ ഓപ്ഷൻസുകളാണ്. പക്ഷെ ഇപ്പൊ കൂടുതൽ നമ്മൾ കട്ടൺ കോവ് അടിച്ചിട്ട് അത് ഏറ്റവും മുകളിൽ നിന്നൊക്കെയാണ്, ഏറ്റവും ടോപ്പ് നിന്നാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ട്രാക്കുകൾ ഏതാണെങ്കിലും അവിടെ കാണൂല, താഴേക്ക് ഇറങ്ങുന്ന ക്ലോത്തുകൾ മാത്രമാണ് അതിൽ കാണുന്നുണ്ടാവും. അല്ല, അപ്പൊ അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ട്രാക്ക് നമുക്ക് കുറച്ച് നല്ല ട്രാക്ക് ആയാൽ വേറെ എന്ത് വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി അല്ല, ഇപ്പൊ ഒരു കുട്ടികൾ പിടിച്ച് തൂങ്ങുക അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഏത് ട്രാക്ക് ആയിരിക്കും ഏറ്റവും നല്ലത്? അതിന് ഏറ്റവും പറ്റുന്ന സംഭവമാണ്, കുറച്ചും കൂടെ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന സംഭവമാണ് ഇപ്പൊ നമുക്ക് ഡീലക്സ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇത് എത്ര ഹൈറ്റിലാണ്, ഞാനതൊരു 7 മീറ്റർ ഹൈറ്റ് വരെയുള്ള കർട്ടൻസ് വരെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ക്ലോത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നീങ്ങുന്നുണ്ടാവും.
അപ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ലെങ്ത്തിലും അത്യാവശ്യം നല്ല ഹൈറ്റും ഉള്ള കർട്ടൻസ് ഞാൻ ഈ ഒരു ട്രാക്കിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ആളുകൾ വരുന്നതാണ് ഇപ്പോൾ ഡബിൾ ഹൈറ്റുള്ള വിൻഡോസുകൾക്ക് ഒരു 6 മീറ്റർ അല്ലെങ്കിൽ 7 മീറ്റർ ഒക്കെ ഹൈറ്റുള്ള വിൻഡോകൾക്ക് ഓട്ടോമേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ എന്നുള്ള സംഭവത്തേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സൊല്യൂഷനാണ്. പിന്നെ ഓട്ടോമേഷൻ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് അത് വേറെ തന്നെ നമുക്ക് വരുന്നുണ്ട്, വേറെ തന്നെ സെഗ്മെന്റ്. ഡീലക്സ് ട്രാക്ക് അല്ലാതെ പിന്നെ വേറെ എന്തൊക്കെ ട്രാക്കുകളാണ് ഉള്ളത്? പിന്നെ ഇപ്പൊ നമ്മള് പറഞ്ഞ ഐ ട്രാക്ക് ഉണ്ട്, ഇത് ജംബോ ട്രാക്ക് എന്ന് പറയുന്ന ജംബോ ട്രാക്ക് എന്ന് പറയുമ്പോൾ വീതി കൂടുന്നതാണ്, വീതി കാര്യങ്ങൾ കുറച്ചും കൂടെ കൂടും. പിന്നെ എം ട്രാക്ക് ഉണ്ട്, സൈലന്റ് ട്രാക്ക് ഉണ്ട്. ഇപ്പൊ റേറ്റ് വൈസ് നോക്കുമ്പോൾ ഏതൊക്കെ ട്രാക്കുകൾ എങ്ങനെയായിരിക്കും? ഏറ്റവും സ്റ്റാർട്ടിംഗിൽ വരുന്നതാണ് നമുക്ക് എം ട്രാക്ക് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പുതുതായിട്ട് കാണുന്ന ഒരു വ്യക്തികൾക്ക് ഇത് രണ്ടും വരുമ്പോൾ ഇതെല്ലാം ട്രാക്ക് ഒരേപോലെ തന്നെയാണ് വരിക. അതായത് ഇപ്പൊ ഒരു ക്ലയന്റ് ഇപ്പൊ ഒരാളോട് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ട്രാക്കാന്നുള്ളത് ക്ലയന്റ് മനസ്സിലാക്കാൻ പോകുന്നില്ല. പക്ഷേ ക്വാളിറ്റി ലെവൽ നല്ല ഡിഫറൻസ് അത് പിടിച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് തന്നെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ജംബോ ട്രാക്കിൽ തന്നെ ഈ വെയിറ്റുകൾക്ക് ഈ ഒരു ട്രാക്ക് എത്രയാണോ വെയിറ്റ് അത് വെയിറ്റുകൾക്ക് അനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും പ്രൈസിൽ മാറ്റങ്ങൾ വരും. ഈ ഒരു ഷേപ്പ് മാത്രമാണ് ഇതിലുള്ളൂ. ബാക്കി ഇതെല്ലാം അലുമിനിയാണ്. അലുമിനിയം കാരണം തൂക്കത്തിനാണ് നമുക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ സംഭവങ്ങളാണെങ്കിൽ പെട്ടെന്ന് ബെൻഡ് വരാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇതിന്റെ റണ്ണർ ഒന്നും എന്ത് ചെയ്യില്ല, വെയിറ്റ് കുറഞ്ഞ സംഭവങ്ങളാണെങ്കിൽ ഇതിന്റെ റണ്ണർ ഒന്ന് സ്മൂത്ത് വലിയ കർട്ടൻസ് ഒക്കെ ആവുന്ന സമയത്ത് അത് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യില്ല, അല്ല ആ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒരു മിനിമം വെയിറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ക്ലയൻറ്റിന് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കർട്ടൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പല ടൈപ്പ് ക്ലയൻറ്റ് ഉണ്ടാവും. പ്രീമിയം ക്ലയൻസ് ഉണ്ടാവും, അതേ സമയത്ത് ബഡ്ജറ്റ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പക്കാ ബഡ്ജറ്റായിട്ട് പോകണ്ട, കുറച്ചൊരു ആവറേജ് വാല്യൂവിൽ പോയി എന്നാൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടണം എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്ലയൻസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും കർട്ടൻസും അല്ലെങ്കിൽ അതേപോലെ ഈ ട്രാക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ ഞങ്ങളതിൽ കൂടുതലും ചെയ്യുന്നുള്ളത് എം ട്രാക്ക് അല്ലെങ്കിൽ സൈലന്റ് ട്രാക്ക്, ഈ ജംബോ ട്രാക്ക്, ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കുറച്ചും കൂടെ ഒരു പ്രീമിയത്തിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡീലക്സ് ട്രാക്ക് പോലുള്ള ആ ഒരു സെഗ്മെന്റിലേക്ക് പോകും. പിന്നെ ഉള്ളത് വെച്ചാൽ കുറെ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ക്വാളിറ്റി വൈസിലേക്കല്ല. നമുക്കിപ്പോൾ ഒരു ഷർട്ട് കാര്യങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്കൊരു 800 രൂപക്കും 8000 രൂപേന്റെയും ഷർട്ടുകൾ ഉണ്ടല്ലോ എന്നതുപോലെ തന്നെയാണ് ട്രാക്കിൽ. നമുക്ക് ബ്രാൻഡ് മാറുന്നതനുസരിച്ച് ഈ ട്രാക്കുകളൊക്കെ എന്ത് ചെയ്യും പ്രൈസിലും ഇതിലൊക്കെ ഒരുപാട് മാറ്റം വരും. പക്ഷെ ക്വാളിറ്റി വൈസിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇത്രയും ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് വളരെ സ്മൂത്ത് ആയിട്ട് നീങ്ങാനൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു ബഡ്ജറ്റുള്ള സംഭവം തന്നെ മതി. പിന്നെ നമുക്ക് ക്ലോത്തിൽ നമുക്ക് വെറൈറ്റീസ് ഇപ്പം നമുക്ക് വലിയൊരു എമൗണ്ട് കുറച്ചും കൂടെ പ്രീമിയം കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്തിൽ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും. ട്രാക്കുകളെല്ലാം നമുക്ക് ഈ പറഞ്ഞ റേഞ്ച് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നിട്ടുള്ള ഞങ്ങൾ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 25ഓളം ട്രാക്കുകളുണ്ട്. അത് ഏതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരേ ലെവലിൽ സ്മൂത്തായിട്ട് നീങ്ങുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ കർട്ടൻ മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരുപാട് ടൈപ്പ് ക്ലോത്ത്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ആയിരിക്കും മേജറായിട്ട് ക്ലോത്ത്സ്, അല്ലെങ്കിൽ ഏത് റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ടു എത്ര വരെ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ട്? ക്ലോത്തിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർ മീറ്ററിന് 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 200 രൂപ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ 4000 5000 രൂപ വരെ വരുന്ന ഒരു മീറ്ററിന് റേഞ്ച് വരുന്ന ഐറ്റംസുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു റേഞ്ചിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 600 മുതൽ 1000 വരെയുള്ള റേഞ്ചുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾക്ക് റിക്വയർമെൻറ്റ് വരുന്നത്. അതിൽ വരുന്ന കുറച്ച് റിക്വയർമെൻറ്റിലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡിസൈൻസുകളാണ് ഈ കാണുന്നത്. നമുക്ക് ഒരുപാട് ഡിസൈൻസുകൾ, ഒരുപാട് കളർ. ഇതൊക്കെ മെറ്റീരിയൽ എന്താ വരുന്നത്? ഇതൊക്കെ പോളിസ്റ്റർ ആണ് വരുന്നത്. ഫുൾ പോളിസ്റ്റർ ആണ്. ഇതിൽ 2 ടൈപ്പ് ക്ലോത്ത് കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഇതെന്താ ഇങ്ങനെ, ഇപ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടിയുള്ളതാണ്. ഇത് നമുക്ക് മെയിൻ ക്ലോത്ത് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് അതിൽ ഷിയർ ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് ലോങ് കർട്ടൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് നമ്മൾ ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അതിന്റെ അകത്ത് നമ്മൾ ഇത് ഷിയർ ആയിട്ട് യൂസ് ചെയ്യും. അപ്പം വെളിച്ചം വേണ്ട സമയത്ത് ഈ ഷിയർ കട്ട് മാത്രമേ ഇടുള്ളൂ അല്ലേ? അങ്ങനെ കോമ്പിനേഷൻ ആയിട്ടാണ് ഇതൊക്കെ വരുന്നത് അല്ലേ? ഇതിന്റെ ഓക്കെ. ഇത് 2 ഷിയർ ആണെന്നുണ്ടെങ്കിലും പോളിസ്റ്റർ തന്നെയാണോ വരുന്നത്? പോളിസ്റ്റർ ആണ് വരുന്നത്. ഓക്കെ. ഇത് നമുക്ക് റോമൻ കർട്ടനും ലോങ് കർട്ടനും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏതെങ്കിലും ഓരോ കർട്ടൻസിന് ഓരോ ടൈപ്പേ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ നോർമലി യൂസ് ചെയ്യുന്ന സമയത്ത് ഇല്ല. റോമന് പറ്റാത്ത എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടോ? റോമൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴഞ്ഞ ടൈപ്പ് തുണികളുണ്ട്, വളരെ നൈസ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട്. അതാണ് നമ്മൾ റോമനിലേക്ക് നമ്മൾ ചൂസ് ചെയ്യില്ല. അത് നമുക്ക് കൂടുതൽ ലോങ് കട്ടൺ, അതായത് റിപ്പിൾ കട്ടൺ, പ്ലീറ്റഡ് കട്ടൺ ആണ് നമുക്ക് അത് യൂസ് ചെയ്യാം. കുറച്ചും ഇതേപോലെ നമുക്ക് നല്ല ടെമ്പറായിട്ട് നിൽക്കുന്ന ക്ലോത്തുകളാണ് കൂടുതൽ റോമനിലേക്ക് നമ്മൾ ചൂസ് ചെയ്യാം. ഈ റിപ്പിൾ ആൻഡ് പ്ലീറ്റഡ് കട്ടൺ എന്ന് പറയുന്നല്ലോ, ഇത് രണ്ടിലോട്ടും ഡിഫറൻസ് പറയുന്നത് പറഞ്ഞാൽ അതിലോട്ടുള്ള ആ ഒരു എന്താ അതിന്റെ സ്റ്റിച്ചിങ്ങിലാണോ ഡിഫറൻസ്? ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ കേസിലാണ് ഇത് നോർമലി പ്രിഫർ ചെയ്യാറുള്ളത് ഇപ്പോൾ ഒരു ഡിസൈനർ ആർക്കിടെക്ട്? അത് റിപ്പിൾ എന്നുള്ള പറഞ്ഞാൽ ശരിക്കും പുതിയത് വന്നൊരു കൺസെപ്റ്റാണ്. റിപ്പിൾ ആണ് ഇപ്പോൾ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലേറ്റഡ് കട്ടണിലേറെ. പ്ലേറ്റഡ് നമുക്ക് ഒരുപാട് മുന്നേ ഉള്ളതാണ് പ്ലേറ്റഡ് കട്ടൺ.
ഇപ്പോൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് റിപ്പിൾ എന്നുള്ള ആ ഒരു കാറ്റഗറി ഉള്ളതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അതിന്റെ പല വെറൈറ്റീസ് ഇതൊക്കെ അതിൽ വരുന്ന വെറൈറ്റീസുകളാണ്. ഇത് നമുക്ക് ഷിവറാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് ലിനൻ ക്ലോത്തിലൊക്കെ വരുന്നുണ്ടോ മെറ്റീരിയൽ? ഇതിപ്പോ ഇതൊക്കെ പോളിസ്റ്റർ ആണ് വരുന്നത് അല്ലേ? ഇതൊക്കെ പോളിസ്റ്റർ ആണ് വരുന്നത്. ഒരുപാട് കളർ ഓപ്ഷൻസുകൾ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് വേറൊരു കളർ കുറച്ചൊരു വെൽവെറ്റ് ടൈപ്പ് ഒരു ഒരു ടെക്സ്ചറും കൂടെ വരുന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കളർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കളറാണ് ഇത് വരുന്നത്. ആ സെയിം ഡിസൈൻ തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് കളർ ഓപ്ഷൻസുകൾ, ഒറ്റ ഡിസൈൻ തന്നെ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേറെ വരുന്ന ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ കൂടുതൽ ആർക്കിടെക്റ്റുകൾ ചൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. ഇത് ക്ലോത്ത് ഇപ്പം എന്താ വരുന്നത്? ഇതും പോളിസ്റ്റർ ആണ് വരുന്നത്, പക്ഷേ ലിനൻ മിക്സ്, ലിനൻ കോട്ടൺ മിക്സ് ആയിട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ ഒരു ഇഴകൾ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് കൂടുതലുണ്ടല്ലേ? ഇത് ഈ പറഞ്ഞ കോമ്പിനേഷനാണ് വരുന്നത്. ഇത് കോട്ടൺ പോളിസ്റ്റർ രണ്ടും കൂടെ കോമ്പിനേറ്റ്, രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരിക. ഒരു സിമ്പിൾ, കുറച്ചും കൂടെ സിമ്പിൾ ഡിസൈൻ ആവശ്യമുള്ളവർക്ക് ആ ടൈപ്പും അവൈലബിൾ ആണ് അല്ലേ? പക്കാ ലിനനോ അല്ലെങ്കിൽ കോട്ടൺ ഒക്കെ വരുന്നുണ്ടോ മെറ്റീരിയൽ? 100% പോളിസ്റ്റർ കാര്യങ്ങൾ അല്ല, 100% കോട്ടൺ ചെയ്യാത്താണ് നല്ലത്. എപ്പോഴും മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യാൻ നല്ലത്. കാരണം ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്യുക കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% കോട്ടൺ എന്നുണ്ടെങ്കിൽ ഹൈറ്റ് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് മെയിൻ്റനൻസ് ലെവലിലോട്ട് നോക്കുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ലത് പോളിസ്റ്ററും കൂടെ നല്ലത് മിക്സ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കോട്ടൺ മിക്സ് ആണ് വരുന്നത്. ഇതിൽ 40% നമുക്ക് കോട്ടൺ ആണ് വരുന്നത്. പക്ഷെ ഇത് നമുക്ക് ചുരുങ്ങി പോവില്ല. കാരണം അതിൽ കൂടുതൽ സംഭവം നമുക്ക് പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ട് തന്നെ ഇത് ചുരുങ്ങി പോവില്ല. പിന്നെ വേറെ എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നുള്ളത്? പിന്നെ ഇതിൽ വരുന്ന നമുക്ക് നൈലോൺ ടൈപ്പ് വരുന്നുണ്ട്, പോളിസ്റ്റർ, ലിനൻ, ഇങ്ങനെയുള്ള ജക്കോഡ് എന്ന് പറയുന്ന ഡിസൈൻസുകളാണ് പിന്നെ ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടൊക്കെ വെച്ചാൽ എല്ലാം ഇതൊക്കെ GSM അടിസ്ഥാനത്തിലാണ് വരുന്നത്. നമ്മൾ നേരത്തെ ട്രാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് നമുക്ക് വെയിറ്റ് ബ്രാൻഡ് മാറുന്നതനുസരിച്ചിട്ട് ഈ ഡിസൈനിലൊക്കെ നമുക്ക് പ്രൈസിൽ വേരിയേഷൻസുകൾ വരും. ഇപ്പോൾ ഒരു ആസ് എ കോമൺ മാൻ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലൈൻ്റ് ആണ്, അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതിനെപ്പറ്റി, അതായത് ഒരു കർട്ടൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരിക? കാരണം ഇപ്പോൾ ഇതിൻ്റെ GSM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അയാൾ എങ്ങനെയായിരിക്കും അത് ഏതാണ് ബെസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ളതിലോട്ട് ഒരു തീരുമാനത്തിലൂടെ എത്താൻ പറ്റുക? അവർക്ക് കൂടുതൽ ഇപ്പോൾ ആർക്കിടെക്റ്റ് അവർ ഓൾറെഡി ഒരു സെലക്ഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അത് തന്നെയാണ് ക്ലയൻറ്റ് സെലക്ട് ചെയ്യുക. ഇത് GSM എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ GSMൽ ഒരിക്കലും ക്ലയൻറ്റിന് ഇത് മനസ്സിലാവില്ല ഏതാണ് നല്ലതെന്നുള്ളത്. അത് നമ്മളതിൽ നല്ലത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും ഏതാണ്. അങ്ങനെയാണ് ഇതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ വെളിച്ചം എത്രത്തോളം പാസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കും. ചില ആൾക്ക് ഇപ്പോൾ GSM കുറവാണെങ്കിലും വെളിച്ചം തീരെ വരണ്ട. അപ്പോൾ അത് GSM കുറഞ്ഞതിലും അങ്ങനെ ഉണ്ടാവും. വെളിച്ചം തീരെ വരാത്ത 100% ബ്ലാക്ക് ഔട്ട് എല്ലാം ഉണ്ടാവും. GSM കൂടിയതിൽ നമുക്ക് ആ ബ്ലാക്ക് ഔട്ട് വരുന്നുണ്ട്. പിന്നെ കോസ്റ്റ് വൈസ് ആയിരിക്കും ഇതിൻ്റെ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അതല്ലേ, അതായത് കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഈ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടുന്നുള്ളത് ഒരു ഈ ക്ലോത്തിന്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡ് മാറുന്നതനുസരിച്ചും ആ കോസ്റ്റിലോട്ട് വേരിയേഷൻസ് വരാം അല്ലേ? ഇത് നമുക്ക് 100% ബ്ലാക്ക് ഔട്ട് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. രണ്ട് ബ്ലാക്ക് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് എത്ര പുറത്തുനിന്ന് നമുക്ക് എത്ര UV വെളിച്ചം വന്നു കഴിഞ്ഞാലും ഒരു തുള്ളി പോലും വെളിച്ചം നമുക്ക് അകത്തേക്ക് കടക്കില്ല. ഓക്കെ, അതായത് ഇപ്പൊ രാവിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തൊക്കെ ഈ വെളിച്ചം അകത്തോട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ രാവിലെ കുറച്ചും കൂടെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഔട്ട് ആയിരിക്കും വേണം. കാരണം അങ്ങനെ ആകുമ്പോൾ തീരെ വെളിച്ചം ഉള്ളിലോട്ട് വരില്ല. കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ആയ പോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വലിയ വിൻഡോകളിലും അതേപോലെ നമുക്ക് ഷോപ്പുകളുടെ ഒക്കെ പുറത്തേക്ക് നല്ല വെളിച്ചം വരുന്നത്. ഇപ്പോൾ എല്ലാം വലിയ വിൻഡോസുകളാണല്ലോ. അപ്പോൾ വലിയ വിൻഡോസുകളിലൊക്കെ അത് ഗ്രില്ല് പോലും ഉണ്ടാവില്ല പല വിൻഡോകളിലും. അപ്പോൾ നല്ല വെളിച്ചം വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ബ്ലാക്ക് ഔട്ട് കട്ട് ഇട്ട് കഴിഞ്ഞാൽ 100% ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതെന്താ മെറ്റീരിയൽ എന്താ വരുന്നത്? ഇത് ഫുള്ള് പോളിസ്റ്റർ ആണ് വരുന്നത്. ഫുൾ പോളിസ്റ്റർ വരുന്നല്ലേ? ഇത് നമുക്ക് രണ്ട് രീതിയിൽ റോമനിലും ഇത് റോമന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ പ്ലീറ്റഡ് കർട്ടൻസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് അത് നമുക്ക് ക്ലോത്തിൽ നമുക്ക് 100% ബ്ലാക്ക് ഔട്ട് ഉള്ളതുണ്ട്. വേറെ ക്ലോത്ത് ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇതിലേറെ നമുക്ക് കളർ ഓപ്ഷൻസ് നമുക്ക് ക്ലോത്തിൽ വരും. അത് നമുക്ക് പ്ലീറ്റഡ് കർട്ടനോ റിപ്പിളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് റോമന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ ഒരു മെറ്റീരിയൽ. ഇതിൽ നമുക്ക് ഇത്രയും കളേഴ്സുകളാണ്. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? നമുക്ക് റോമൻ ചെയ്ത് സ്ക്വയർ ഫീറ്റ് 200 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100% ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ കേർട്ടനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഈ കേർട്ടൻ്റെ സർവീസ് എന്നുള്ളത്. അതായത് കേർട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എലഗൻസ് ചെയ്യുന്ന സമയത്ത് എലഗൻസ് എങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ ഒരു ക്ലയൻറ്റിനെ എങ്ങനെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്?
സർവീസ് വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ 3 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അത് സർവീസിനും കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽസിലും രണ്ടിലും നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നതാണ് ഇപ്പോൾ ബ്ലൈൻഡ് കട്ടനാണ്, ഇപ്പോൾ റോമൻ കട്ടനാണെങ്കിൽ സീബ്ര പെയിൻ്റ് ആണെങ്കിൽ അതിന് കൺട്രോളിൻ്റാണ് കംപ്ലൈൻറ്റ് വരിക. അത് 3 വർഷം വരെ അതിന് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മളത് റീപ്ലേസ് ചെയ്യും. പിന്നെ ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് പൊട്ടാത്ത അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരാത്ത ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത്. മാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസുകൾ അവൈലബിൾ ആണ്. നമുക്കൊരു മിനിമം കോൺഫിഡൻറ്റ് ഉള്ള സംഭവം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഞങ്ങൾ കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ വരാം. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിൽ ഉടനീളം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്നാൽ ഏറ്റവും നമ്മളൊരു മെയിൻ പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ആഫ്റ്റർ വാഷിംഗ് സർവീസ് എന്നുള്ളത്. ഇപ്പോൾ ലോങ് കട്ടിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തുണിക്കട്ടിനാണെന്നുണ്ടെങ്കിൽ വലിയ വിൻഡോസുകളാണല്ലോ ഇപ്പോൾ ഇന്ന് വരുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഊരി വാഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞാൽ അവർ തന്നെ വാഷ് ചെയ്തിട്ട് അവർ തന്നെ ഹാങ് ചെയ്യായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ വലിയ വിൻഡോസുകളാകുമ്പോൾ വീട്ടുകാർക്ക് അത് പ്രയാസമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് പോയി ഊരിയെടുത്ത് ഡ്രൈ ക്ലീൻ ചെയ്ത് രണ്ടാമത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ആ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ആ ട്രാക്കിൽ കൂടിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്ന സർവീസും കൂടെ ഒരു പ്രീമിയം കസ്റ്റമർ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രീമിയം സർവീസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതും കൂടെ കൊടുക്കുന്നത്. അത് അഡീഷണൽ ചാർജബിൾ ആണ്, എന്നാൽ പോലും നമ്മൾ അങ്ങനെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നനച്ചുകുളിയൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ മൊത്തം വീട് ക്ലീൻ ആക്കുമ്പോൾ കേർട്ടൻസിന്റെ കാര്യത്തെ പറ്റി അവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി എലഗൻസിന്റെ സർവീസ് എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അല്ലേ?